ലാസ്റ്റ് ടൈം ക്ലോക്ക് വർക്ക് ആവാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കടം ഞാൻ മാറ്റി. ക്ലോക്ക് ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. ബട്ട് യു ഗൈസ് ആർ നോട്ട് ഗോണ ലുക്ക് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, വീഡിയോയിൽ ശ്രദ്ധിക്കുക. വീഡിയോയിൽ ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. തൻ്റെ ഏജ് അറിയാത്തതുകൊണ്ട് നെയിം വിളിക്കുന്നത്. ഇതിനെ ആക്ച്വലി സീക്രട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടി റിവെഞ്ചാണ്. ഐ വാസ് ഇൻ 8th grade. ഞങ്ങൾ 4 പേരായിരുന്നു, ഒരു ഗ്യാങ്. വിക്കു, അക്കു, ചിക്കു, പിന്നെ ഞാൻ. ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. ദർ വോർ എ ഗേൾ, അവളുടെ നെയിം മിക്കു. നെയിംസ് ഒക്കെ ഞാൻ ഇടുന്നതാട്ടോ. ഓക്കെ, ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച്. ബാക്ക് ടു ദ സ്റ്റോറി. ഈ മിക്കു ഒരു ജാതി സാധനമാണ്. അവളുടെ ബോട്ടിൽ ഉണ്ടാവും, അതിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. ഞങ്ങൾ ചോദിച്ചാൽ അവൾ പറയും കുറച്ചുള്ളൂ. ഇപ്പം നേരെ ഉൾട്ടാണ് സംഭവം. അതായത് ഞങ്ങളുടെ കുറച്ച് വെള്ളമാണെങ്കിൽ ഇത്രയും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ വെള്ളം കുടിക്കും. ഈ വെള്ളത്തിന് പോലും കണക്ക് പറയാമെന്ന് വിചാരിക്കരുത്. ഐ സെഡ് ഞാൻ 8th-ലായിരുന്നു. 8th എന്ന് പറയുന്ന അത്ര ചെറിയ ക്ലാസ് ഒന്നുമല്ല, ബട്ട് വി വർ ഇമ്മെച്യൂർ. ബാക്ക് ടു ദ പോയിന്റ്. ഒരു ദിവസം ഞങ്ങൾ നല്ലോണം ദാഹിച്ച് പൊലിഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ അപ്പോൾ വെള്ളം അവളോട് ചോദിച്ചു. ആസ് യൂഷ്വൽ മിക്കു തന്നില്ല. പിന്നെ പീരീഡ് PT ആണ്. ക്ലാസ്സിൽ എല്ലാവരും പുറത്തുപോയി. നമ്മൾ 3 പേരും തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും വെള്ളം കുടിച്ചു. എന്നിട്ട് അക്കു ഒരു വായ നിറച്ച് വെള്ളം എടുത്ത് ഗാർഗിൾ ചെയ്ത് ആ ബോട്ടിലിൽ തന്നെ ഒഴിച്ചു. ദ ഫണി തിങ് ഈസ് ദാറ്റ് അത് കഴിഞ്ഞ് അവൾ വെള്ളം കുടിച്ചു. There's nothing funny about it, but okay. And we were happy. ബട്ട് അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വേറെ ഒരു ചെക്കൻ വെള്ളം ചോദിച്ചു. ഇവൾ അത് അവന് കൊടുത്തു. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും മാറി മാറി അത് കുടിക്കുന്നു. അടുത്ത സീക്രട്ട്. ഹലോ ഇവ, ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ നിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഈ ഫീൽഡിൽ വേറെ യൂട്യൂബേഴ്സും ഉണ്ട്, കണ്ടിട്ടുണ്ട്. ബട്ട് എൻ്റെ വീഡിയോസിന് ഒരു എക്സൈറ്റിംഗ് ഫീൽ ഉണ്ടെന്ന്. ബൈ ദ വേ, ഞാൻ സ്റ്റോറി പറയാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ അല്ല, ഇത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ്. വൺ ഡേ ഈവനിങ് അവൾ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കോളിലുണ്ടായിരുന്നു. അവൾ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ കോളിലുണ്ടാകും. കാരണം ബസ് ഇറങ്ങി വീട്ടിൽ പോകുന്ന ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പോൾ അവൾ പോസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ കോളിലുണ്ടാകും. ഡെയിലി അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5:45-6 മണിയാവും. സോറി, കുറേ ലോങ് ആക്കാതെ ഞാൻ കാര്യം പറയാം. അങ്ങനെ അവൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മെയിൻ റോഡിൽ നിന്ന് അവളുടെ അങ്ങോട്ടുള്ള റോഡിൽ എത്തി. അപ്പോൾ അതിൽ പോകുമ്പോൾ ഒരു മൈ അങ്ങനെ പറഞ്ഞാൽ പോരാ, അവനെ കൂടുതൽ തെറി ഞാൻ പറയുന്നുമില്ല, അതുകൊണ്ട് മ്യൂട്ട് ആക്കൂലോ. സോ എന്തിനാ. അവൻ ആ റോഡിലിരുന്ന് ചെയ്യുമായിരുന്നു, ബൈക്കിലിരുന്ന്. ഇവൾ റോഡിൻ്റെ അപ്പുറേ സൈഡിൽ ആയിരുന്നു. അത് കാണാതെ പോലെ പോയപ്പോൾ അവൻ ഇവളെ നോക്കിയിട്ട് പറഞ്ഞു, ബാ, ആരും കാണത്തില്ല ഞാൻ. ഇവൾ അപ്പോൾ തന്നെ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. പിന്നെ കുറേ തെറിയും പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടി, എന്താ പറ്റിയെന്ന്. അപ്പോൾ അവൾ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു അയാളെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പെന്ന്. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഏജ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനെ കണ്ട ഒരു 30-35 ഏജ്. എന്നിട്ട് അവൾ പോയി. അവൻ അപ്പോൾ തന്നെ ബൈക്ക് എടുത്ത് പോവുകയും ചെയ്തു. കുറച്ച് മുമ്പിലായിട്ട് ഒരു ചേച്ചി പോയതായിരുന്നു. അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചു നോക്കി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ കോൾ ചെയ്ത് വരുമായിരുന്നു, അതുകൊണ്ടൊന്നും കണ്ടില്ല എന്ന്. ഞാൻ വരുമ്പോൾ ബാക്കിലൊരു ബൈക്ക് വരുന്ന സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ടും ആയിട്ട്, ഇവൾ വരുന്ന ടൈം ആ റോഡിൽ ആരും ഉണ്ടാവാറുമില്ല. അവിടെ വീടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇല്ല. ആ ഒരു സൈഡായിട്ട് കുറച്ച് മുമ്പിൽ എത്തിയിട്ടുള്ളൂ. ആ ഒരു ഡേ അവളുടെ മൂഡ് ഫുള്ള് ഡൗൺ ആയിരുന്നു. പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞൊക്കെ ആയിട്ടാണ് കോള് വെച്ചത്. ഇപ്പോൾ ആ സീൻ കഴിഞ്ഞ് കുറച്ചായി, എന്നാലും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരു പെപ്പർ സ്പ്രേയും മേടിച്ചു കൊടുത്തു. കാരണം ഞാൻ കോളിൽ അല്ലേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ എപ്പോഴും കൂട്ടാനായിട്ട് വരത്തില്ല. ഇങ്ങനെ കിട്ടിയാൽ 1 വീക്ക് നോക്കും, പിന്നെ വിചാരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന്. അപ്പോൾ അവൾ തന്നെയായിട്ട് വീണ്ടും വരണ്ടേ. സോ ഞാൻ അത് മേടിച്ചു കൊടുത്തു. എന്നാലും ഒരു പേടിയുണ്ട്. അടുത്ത സീക്രട്ട്. ഹായ് വാ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ 19 വയസ്സുള്ള ഒരു ബോയ് ആണ്. ഒരു ഡേ ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് പോണേൽ എനിക്ക് മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകണമായിരുന്നു. ഞാൻ അങ്ങനെ ആ മെയിൻ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ എൻ്റെ റൂട്ടിലേക്കുള്ള ഒരു ബസ്സിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞ് വണ്ടി എടുത്തു. അതുവരെ കുഴപ്പമില്ലായിരുന്നു. വണ്ടിയിൽ ഒന്നാമതേ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ആൾക്കാർ കുറഞ്ഞു വന്നു. ഞാൻ ബസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സീറ്റിലായിരുന്നു ഇരുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആ ഒരാൾ എണീറ്റ് പോയി. വണ്ടിയിൽ ഞാനും ഒരു പ്രായമായ
അല്യമായോ, എന്താണ് അല്യമായ, എന്താണ്? പതിയെ കണ്ടക്ടർ എന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം നോക്കി ചിരിച്ചു. അയാളെ ഞാൻ നോക്കാൻ വേണ്ടി പല പല സൗണ്ടുകളും അയാൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് കേട്ടിട്ടും കേൾക്കാതെ പോലെയിരുന്നു. ഒരു വില്ലൻ ലാസ്റ്റ് ആയിട്ട് ഒരാളെ കൊല്ലാൻ പോകുന്നുള്ള നോട്ടം എന്നെ അയാൾ നിരന്തരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയായി തുടങ്ങി. ഇനി 0 ചാൻസ് ആണ് രക്ഷപ്പെടാൻ, ബിക്കോസ് ഹീസ് വേ ടു സ്ട്രോങ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പിൽ മുന്നേ ഒരു സ്റ്റോപ്പ് ഉണ്ടായി. അവിടെ ആയപ്പോൾ അയാൾ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഞാനില്ല, എൻ്റെ വീട് കൊച്ചിയിലാണെന്ന് കള്ളം പറഞ്ഞു. അയാളല്ല, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞ് അത് വിട്ടു. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നേരത്തെ അയാൾ നല്ല ബലമായി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ വല്ലാതെ പേടിച്ചു, ഫ്രീസ് ആയ പോലെ. അയാൾ എൻ്റെ ബാക്കിൽ പിടിച്ച് ഞാൻ ഒന്നുകൂടെ പാനിക്കായി. കൈ വലിക്കാൻ നോക്കിയിട്ടും കൈ വലിയാൻ പറ്റാത്ത വിധം എന്നെ മുറുക്കെയായിരുന്നു പിടിച്ചിരുന്നത്. ഞാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമായി, എനിക്ക് നിന്നെ കിട്ടിയേ പറ്റൂ, നിന്റെ വീട് എവിടെയാ, എന്നോട് എവിടെയാ, ഞാൻ നിന്നെ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ആൻഡ് ഫൈനലി അയാൾ എന്നോട് പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഇറങ്ങി, ഞാൻ നിന്നെ ഇവിടെ കാത്തു നിൽക്കുന്നു. അത് പിന്നെ ഞാൻ ആ വണ്ടിയിൽ കയറിയിട്ടില്ല. അയാളെ കണ്ടാൽ ഞാൻ പേടിക്കുന്ന അവസ്ഥയായി. എല്ലാവരും പറയുന്നത് ഒറ്റൊരെണ്ണം കൊടുക്കാൻ മേലായിരുന്നു എന്ന്. ബട്ട് അനുഭവിച്ചവർക്കറിയാം, നമ്മൾ ടോട്ടലി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഫ്രീസായി പോകും. ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, ഈവൻ എൻ്റെ വീട്ടിലും ഫ്രണ്ട്സിനോട് പോലും. അടുത്ത സീക്രട്ട്, ഇത് ഞാൻ LKG പഠിക്കുമ്പോഴുള്ള സ്റ്റോറിയാണ്. സോ ഞാൻ ആ ടൈമിൽ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത് സ്കൂൾ വാൻ ആയിരുന്നു. ഫസ്റ്റ് ട്രിപ്പ് സ്കൂളിൽ എത്തുന്നത് എല്ലാവരും വരുന്നതിന് മുന്നെയാണ്. എൻ്റെ കൂടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവളും ഞാനുമാണ് ക്ലാസ്സിൽ ആദ്യം എത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സീനിയർ ചേട്ടൻ വന്ന് എനിക്കൊരു മുട്ടായി തന്നു. ആൻഡ് ഷി ഫെൽറ്റ് ജലസ്. അവൾ എന്നോട് പറഞ്ഞു, എനിക്കത് തന്നാൽ ഞാൻ നിൻ്റെ കൂടെ കളിക്കാമെന്ന്. ദെർ വാസ് നോ വൺ ആൻഡ് ഐ വാസ് ഓൾസോ ഫീലിംഗ് ബോർഡ്, സോ ഐ അഗ്രീഡ്. ഞാൻ അത് അവൾക്ക് കൊടുത്തു. അവൾ അത് കഴിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബാ കളിക്കാമെന്ന്. അവളോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ആ ഒരു കളിയുടെ നെയിം പറഞ്ഞു, തൊട്ടുകളി. അറിവില്ലാത്ത പ്രായം. അവൾ എന്നോട് പറഞ്ഞു ആ ചെയറിൽ ഇരിക്കാൻ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവൾ വന്ന് എൻ്റെ അടുത്തിരുന്ന്, ആദ്യം ഞാൻ തൊടാം. സൂപ്പർ. സ്കിപ്പ് 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 സ്കിപ്പ്. ആൻഡ് ഇറ്റ് കണ്ടിന്യൂഡ് വിത്ത് ഡിഫറെൻറ്റ് ഗേൾസ് ടിൽ തേർഡ്. അന്നൊന്നും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയില്ലായിരുന്നു. ആൻഡ് ദാറ്റ് ഗേൾ എൻ്റെ കൂടെ ഫസ്റ്റ് ഇത് ചെയ്തത്, ഷീ സ്റ്റിൽ വിത്ത് മീ ആൻഡ് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. എനിക്കറിയില്ല ഇത് അവൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന്. ആൻഡ് വെയിറ്റ്, യു നോ ഹൂസ് ഡോട്ടർ ഷീ ഈസ്? മൈ ക്ലാസ് ടീച്ചേഴ്സ്. വേണ്ട, ലാസ്റ്റ് ടൈം കൈ അടിച്ചതിന് എന്നെ ആരൊക്കെയോ കളിയാക്കി. ഓക്കെ ഗൈസ്, നമ്മുടെ സീക്രട്ട് റീഡിങ് സെഷൻ കഴിഞ്ഞിരിക്കുന്നു. ബട്ട് അവസാനിച്ചിട്ടില്ല. കൈ അടിച്ച് ആരും സൗണ്ട് കേട്ടില്ലല്ലോ. ഡാഷ് ഐ കാണ്ട് ഡു ദിസ്. എനിക്ക് ഇവയെ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഇവ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ക്രഷ് അടിക്കുന്നതായിരിക്കുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവയുടെ എല്ലാ വീഡിയോസും കാണും. ഇവയുടെ ആദ്യത്തെ വീഡിയോസിലെല്ലാം സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവയെ ഫേസ് റിവീൽ കാണാൻ എന്നൊരു വലിയ ആഗ്രഹമായി. പിന്നെ ഇവ ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ഇടാൻ തുടങ്ങി. ബട്ട് ആ സമയത്ത് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല, സാധാരണ ഒരു നോർമൽ ഇവാക്ലസ്. പിന്നെ കണ്ടു തുടങ്ങി. ഇയാളെ എനിക്ക് ഇപ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. ഇവയുടെ ഓരോ വീഡിയോസ് പോകും ഞാൻ മുഴുവൻ ഇവയുടെ ഒരു വീഡിയോസ് പോലും ഞാൻ മുഴുവൻ കാണാത്തതില്ല. എനിക്കിപ്പോൾ ഇവാനെ എപ്പോഴും കാണാൻ തോന്നും. ഫോണിൽ എപ്പോഴും ഇവളുടെ വീഡിയോസ് കണ്ടത് തന്നെ പിന്നെയും കാണും. പിന്നെ 1000 തവണ കണ്ട എല്ലാ വീഡിയോസിൻ്റെയും ബ്ലൂപ്പേഴ്സ് പിന്നെയും എടുത്ത് കാണും. പിന്നെ ഇൻസ്റ്റയിൽ കണ്ട റീൽസ് തന്നെ പിന്നെയും ഇരുന്ന് കാണും. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ബട്ട് ഐ നോ വൺ തിങ്, ഐ റിയലി ലവ് യു. ഇവ ഇത് വായിക്കുമോ എന്ന് പോലും അറിയില്ല. ഇവനെ എനിക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല എന്നറിയാം. എന്നാലും ഞാൻ എപ്പോഴും ഇയാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ഇനി എങ്ങാനോ എന്നെ നേരിട്ട് കണ്ടിട്ട് ഇവയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലോ. ചില സമയത്ത് ഇവാനെ പറ്റി ആലോചിക്കുമ്പോൾ നല്ല വിഷമം വരും. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇവാനെ ഒരിക്കലും കിട്ടാൻ പോണില്ല എന്ന് ആലോചിക്കുന്നത് കൊണ്ടായിരിക്കും.
എന്നാലും ഞാൻ ഇപ്പോഴും ഇവയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ആൻഡ് ഇൻ ഫ്യൂച്ചർ ഐ ഹോപ്പ് ഐ ക്യാൻ മാരി യു. ദാറ്റ് ഈസ് സോ സ്വീറ്റ്.